ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലുണ്ടായ മൊസമ്പി ചെടി നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മൊസമ്പി വാങ്ങി കഴിച്ചിട്ടുണ്ടാവുമല്ലോ. വീട്ടിലിങ്ങനെ മൊസമ്പി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചോളൂ, നിറയെ കായ്ക്കും. കഴിഞ്ഞ വർഷം ഇതേപോലെ കായ്ച്ചിരുന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് കാണാത്തവർക്കായി ഞാൻ വീണ്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മൊസമ്പിയാണിത്. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റാണിതിന്. മാർക്കറ്റിൽ ഏകദേശമൊക്കെ 300-350 രൂപയൊക്കെ വില വരുമെന്ന് തോന്നുന്നു. ഞാൻ ഇത് ലുലു മാളിലൊക്കെ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിന് രോഗവും വരുന്നത് കുറവാണ്. ഞാനിത് നട്ട് വളർത്തിയതൊന്നുമല്ല. ഇത് ഞാനും എൻ്റെ ഹസ്ബൻഡിനും കൂടെയാണ് ഇത് രാവിലെ ഇത് പറിക്കുന്നത്. നല്ല പിടിച്ചാലേ വരത്തുള്ളൂ. പിന്നെ ഇത് നാരകത്തിൻ്റെ തൈയെന്നും പറഞ്ഞാണ് ഇത് നിർത്തിയിരുന്നത്. ഇത് നട്ട് വളർത്തിയല്ല, താനേ വീണ് കുരു വീണ് എങ്ങനെയാണെന്നറിയില്ല, കുരു വീണ് പൊടിച്ച് താനേ വളർന്നു വന്നതാണ്. ഇത് പല തവണയായിട്ട് എൻ്റെ ഹസ്ബൻഡ് വെട്ടിക്കളയാൻ ഒരുങ്ങിയതാണ്. ഞാൻ പറഞ്ഞ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് വെട്ടിക്കളയാം എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നതാണ്. അങ്ങനെ ആദ്യമായിട്ടൊരു 4-5 കഴിഞ്ഞ അങ്ങേ വർഷം പിടിച്ചിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇതൊരു മൊസമ്പിയാണെന്ന്. കഴിഞ്ഞ വർഷം ഇത് ഒത്തിരി കാ പിടിച്ചു. ഞാനൊരു വീഡിയോയും ഇട്ടിരുന്നു. ഇപ്രാവശ്യം ഒത്തിരി കാ പിടിച്ചിട്ടുണ്ട്. നല്ല മധുരമാണ് ഇതിന്, പുളിയും കുറവാണ്. പ്രത്യേകിച്ച് ഒരു വളവും ഞാനിതിന് ചെയ്തിട്ടില്ല. താനേ ഇതിന് മണ്ണിൽ നിന്ന് വളം എടുത്താണ് ഇത് വളർന്നു വന്നത്. ഇപ്പോഴും അതേ, ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. പിന്നെ ഇതിന് രോഗം വരുന്നത് വളരെ കുറവാണ്. നമ്മൾ ഒരു വളവും ഇല്ലെങ്കിലും ഇതേപോലെ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. മാർക്കറ്റിലൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന മൊസമ്പി ഇത് നിറം ഇതല്ലല്ലോ. ഇത് ലൂലൂലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ സൈസ് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ചെറിയൊരു മഞ്ഞ കളർ മാത്രമേ ഇതിന് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഞങ്ങൾ വീട്ടിൻ്റെ മുകളിൽ നിന്ന് പറിക്കാം, അവിടെ നിന്ന് പറിക്കാം, താഴെ നിന്ന് പറിക്കുന്ന കുറച്ച് പറിച്ച്, പിന്നെ വീട്ടിൻ്റെ മുകളിൽ കയറി അവിടെ നിന്നുള്ളതും കൂടെ കുറച്ച് പറിക്കാൻ കയറി. നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇത് മാറിയതുകൊണ്ട് ഇപ്പോൾ ഇത് വിളഞ്ഞ് വരാൻ ഒത്തിരി, കളറൊക്കെ മാറി വരാൻ ഒത്തിരി താമസിച്ച്. പിന്നെ എന്നും മഴയല്ലേ, നല്ല വെയിൽ വന്നപ്പോഴാണ് ഇത് കുറച്ചെങ്കിലും ഒത്തിരി മഞ്ഞ കളർ വന്നത്. പക്ഷേ കൂടുതൽ നമ്മൾ നിർത്തിയിരുന്ന അത് കറക്റ്റ് സമയത്ത് പൊട്ടിച്ചെടുത്തില്ലെങ്കിൽ പണി കിട്ടും, പഞ്ഞി വെച്ച് പോവും. അത് പിന്നെ അതിന് ജ്യൂസൊന്നും കിട്ടത്തില്ല. ചെറിയൊരു മഞ്ഞ കളർ ആകുമ്പോൾ തന്നെ ഇത് പറിച്ചെടുത്തോണം, അല്ലെങ്കിൽ പഞ്ഞി വെച്ച് പോകാൻ സാധ്യതയുണ്ട്. എല്ലാം ഒന്നും പറിക്കുന്നതൊന്നുമില്ല, കുറച്ച് നിർത്തിയിട്ട് ഇത് അടുത്തുള്ളവർക്കും പിന്നെ വരുന്ന റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പകുതി കൂടുതൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ അന്ന് നമുക്ക് പറിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കാമല്ലോ, ഈ 2 പറിച്ച് അങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. പൈസ കൊടുത്ത് വിഷം ചേർത്ത ഫ്രൂട്ട്സൊന്നും അടിച്ച ഫ്രൂട്ട്സൊന്നും വാങ്ങിച്ച് കഴിക്കണ്ടല്ലോ. തീരുന്നവരങ്ങനെ കഴിക്കേണ്ട. ഇത് ചെറുതായിട്ട് അടുത്ത ഇതിൽ വർഷത്തേക്കുള്ളതൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ പൂവ് നിൽപ്പുണ്ട്, കുറച്ച് പൂവായിട്ടൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് അയൽക്കാർക്കൊക്കെ കൊടുക്കണം. പിന്നെ കുറച്ച് ഞങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കും. വളരെ നല്ല മധുരമാണ് കേട്ടോ ഇതിന്. പക്ഷേ ഇത് കുറച്ച് കളർ കുറവാണ് എന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് ജ്യൂസ് അടിച്ച്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.